ഇറാന്റെ ആണവശേഷി സംബന്ധിച്ചുള്ള ആശങ്കകളാണ് ഇപ്പോഴത്തെ ആക്രമണത്തിന് പ്രധാന ന്യായീകരണമായി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ പറയുന്നത്. അമേരിക്കയുമായി കരാർ നിലനിൽക്കുന്നതിനിടയിലും ഇറാൻ ആണവ പരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോയതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കിയത്. യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര ഉടമ്പടികൾക്ക് വിരുദ്ധമായി ഇറാൻ പ്രവർത്തിച്ചിരുന്നു. എങ്ങനെയാണ് അവർ മൂടിവെച്ച രഹസ്യങ്ങൾ പുറത്തായത്? പ്രോജക്ട് അമാഡ്, ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഇറാന്റെ രഹസ്യ പദ്ധതി. 2003 അവസാനിപ്പിച്ച പദ്ധതി പിൽക്കാലത്ത് തുടരുകയാണെന്നാണ് ഇസ്രായേലിന്റെയും മറ്റും വാദം. എന്നാൽ എല്ലാ കാലത്തും ഇറാൻ അത് നിഷേധിച്ചിട്ടുമുണ്ട്. പിന്നെ എങ്ങനെയാണ് ആ രഹസ്യങ്ങൾ പുറത്തായത്? ഇസ്രായേലി ചാരസംഘടനയായ മൊസാദ് നടത്തിയ ഒരു വമ്പൻ മോഷണമാണ് ഇറാൻ ലോകത്തിനു മുമ്പിൽ മറച്ചിരുന്ന ആ രഹസ്യങ്ങൾ പുറത്താക്കിയത്. അത് വെറുമൊരു മോഷണമായിരുന്നില്ല. ഇറാന്റെ ആണവവിവരങ്ങൾ അടങ്ങിയ രേഖകൾക്കും കമ്പ്യൂട്ടർ ഫയലുകൾക്കും അനുബന്ധ സാമഗ്രികൾക്കും എല്ലാം കൂടി 1/2 ടൺ ഭാരമുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരു രാജ്യത്ത് നുഴഞ്ഞുകയറി ഒരു ചാരസംഘടന നടത്തിയ സമാനതകളില്ലാത്ത ഓപ്പറേഷൻ എന്നതിനെ വിശേഷിപ്പിക്കാം. ഇറാന്റെ സൈനിക പ്രതിരോധ സംവിധാനങ്ങളുടെ ഒരു ബ്ലൂ പ്രിന്റ്. അതാണ് അന്ന് ഇസ്രായേൽ സ്വന്തമാക്കിയതെന്നാണ് പിന്നീട് നടന്ന ആക്രമണങ്ങൾ സൂചിപ്പിക്കുന്നത്. ജനുവരി 31 രാത്രി, അന്നാണ് തെക്കൻ ടെഹ്റാനിലെ ഇറാൻ സർക്കാരിന്റെ വെയർഹൌസിൽ മൊസാദ് ഏജന്റുമാർ നുഴഞ്ഞു കയറിയത്. ഒരിക്കലും ഇറാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത കാര്യം. നിരവധി രഹസ്യരേഖകളടക്കം സൂക്ഷിച്ചിരുന്ന ആ കെട്ടിടം അതീവ സുരക്ഷാ മേഖലയിലായിരുന്നു. 1 വർഷത്തോളം നീണ്ട നിരീക്ഷണത്തിന് ശേഷമാണ് മൊസാദ് അവിടെ നുഴഞ്ഞു കയറാനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തത്. അതിനായി കാവൽക്കാരുടെ ദിനചര്യകളും ഷിഫ്റ്റ് ക്രമീകരണങ്ങളുമെല്ലാം അവർ മനസ്സിലാക്കി. അലാറം അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളെപ്പറ്റി കൃത്യമായി പഠിച്ചു. ഷിഫ്റ്റ് മാറ്റത്തിന്റെ സമയം കണക്കാക്കിയാണ് അലാറം നിർവീര്യമാക്കി മൊസാദ് ഏജന്റുമാർ അന്ന് ഉള്ളിൽ കടന്നത്. ഓപ്പറേഷൻ സ്റ്റീലിംഗ് ദി റിയാലിറ്റി എന്ന കോഡ്നാമത്തിലുള്ള ആ ദൗത്യത്തിൽ 2 ഡസനോളം മൊസാദ് ഏജന്റുമാരാണ് ഉൾപ്പെട്ടിരുന്നത്. ഗോഡൌണിൽ 6 മണിക്കൂർ 29 മിനിറ്റ് മാത്രമാണ് അവർ ചെലവിട്ടത്. എക്സ്റേ ടോർച്ചുകൾ ഉപയോഗിച്ച് 32 സേഫുകൾ അവർ പരിശോധിച്ചു. വളരെക്കാലമായി ഇറാൻ പുറംലോകത്തോട് നിഷേധിച്ചിരുന്ന ആണവ പദ്ധതികളുടെ രൂപരേഖകളും സാങ്കേതിക രേഖാചിത്രങ്ങളും ഫോട്ടോകളും അടക്കമായിരുന്നു അന്ന് കവർന്നത്. ഏകദേശം 50,000 പേപ്പർ രേഖകളും 183 കമ്പ്യൂട്ടർ ഡിസ്കുകളും ഇതിൽ ഉൾപ്പെടുന്നു. അന്ന് മൊസാദ് മോഷ്ടിച്ച വസ്തുക്കൾക്ക് 1/2 ടൺ ഭാരമുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ആണവ പരീക്ഷണങ്ങൾ നടത്താൻ ഇറാൻ നിർമ്മിച്ചതെന്ന് സംശയിക്കുന്ന പാർച്ചിൻ സൈനിക താവളത്തിലെ രഹസ്യാറയെക്കുറിച്ചുള്ള വിവരങ്ങളടക്കം ആ രേഖകൾ ഉണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെയാണ് മോഷണ വിവരം ഇറാൻ സർക്കാർ അറിഞ്ഞത്. കവർച്ച നടത്തിയവർക്കായി വ്യാപകമായി തെരച്ചിൽ നടത്തിയെങ്കിലും പൊടി പോലും കണ്ടെത്താനായില്ല. മാസത്തിനു ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് ലോകത്തോട് വെളിപ്പെടുത്തി. പ്രോജക്ട് അമാഡിന്റെ ഫയലുകൾ മുമ്പിൽ വെച്ച് ഇറാൻ ലോകത്തോട് കള്ളം പറയുകയാണെന്ന് നെതന്യാഹു ആരോപിച്ചു. അന്നും ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അമേരിക്കൻ പ്രസിഡന്റ്. ഇസ്രായേൽ ഈ വിവരങ്ങൾ US-നെയും അറിയിച്ചിരുന്നു. ഇതോടെ അതിന് 3 വർഷം മുമ്പ് 2015 ഇറാനുമായി ധാരണയായ ആണവ കരാറിൽ നിന്ന് ഔദ്യോഗികമായി US പിന്മാറി. എന്നാൽ ആണവ പദ്ധതി സംബന്ധിച്ച് ഇസ്രായേൽ പുറത്തുവിട്ട രേഖകൾ വ്യാജമാണെന്നായിരുന്നു ഇറാന്റെ പ്രതികരണം. പിന്നീടുള്ള വർഷങ്ങളിൽ ഇറാന്റെ പ്രധാന ആണവ ശാസ്ത്രജ്ഞരിൽ പലരും ആക്രമണങ്ങളിലോ ദുരൂഹ സ്ഫോടനങ്ങളിലോ കൊല്ലപ്പെട്ടു. ആ മരണങ്ങളുടെ പിന്നിലും മൊസാദ് തന്നെയാണെന്നാണ് സംശയിക്കപ്പെടുന്നത്. തിരിച്ച് ഇസ്രായേലിന്റെ ആണവായുധ പദ്ധതികളുടെ വിവരങ്ങൾ സ്വന്തമാക്കിയതായി കഴിഞ്ഞ വർഷം ഇറാനും അവകാശപ്പെട്ടിരുന്നു. അമേരിക്കയിൽ നിന്നുള്ള സൈനിക സമ്മർദ്ദം ശക്തമാകുന്നതിനിടെ തങ്ങളുടെ പ്രധാന ആണവ കേന്ദ്രങ്ങൾ തിരിച്ചറിയപ്പെടാതിരിക്കാൻ ഭൂഗർഭ ബങ്കറുകളാക്കി മാറ്റാനുള്ള തീവ്ര ശ്രമം ഇറാൻ നടത്തിയിരുന്നതായാണ് സൂചന. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിലും ഇപ്പോൾ നടന്ന ആക്രമണങ്ങൾ അവരുടെ പല പ്രതിരോധ സംവിധാനങ്ങളും പൊളിക്കുന്നതായിരുന്നു. കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന ആക്രമണത്തിന് പിന്നാലെ മൊസാദ് ഇറാനിൽ തന്നെ ഡ്രോൺ ബേസ് തയ്യാറാക്കുന്ന വീഡിയോ ഇസ്രായേൽ പുറത്തുവിട്ടത് ലോകത്തെ തന്നെ ഞെട്ടിച്ച സംഭവമാണ്. മൊസാദ് ആസ്ഥാനത്തിന് നേരെ തന്നെ ആക്രമണം നടത്തി അന്ന് ഇറാൻ പിടിച്ചു നിന്നു. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷമാണ് പശ്ചിമേഷ്യയിലെ പ്രധാന ശക്തികളായ ഇസ്രായേലും ഇറാനും തമ്മിൽ ശത്രുത രൂക്ഷമായത്. മതം, പ്രത്യയശാസ്ത്രം, ഭൗമരാഷ്ട്രീയം തുടങ്ങിയ ഘടകങ്ങൾ അതിന് വളമിട്ടു. ഇസ്രായേലിനോടുള്ള അമേരിക്കയുടെ ആഭിമുഖ്യം ഇറാൻ ആണവായുധം സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത് നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന ആശങ്ക ഇസ്രായേലിനെയും വേട്ടയാടി. 2023 ഒക്ടോബർ 7 ഗാസയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയപ്പോൾ അതിൽ ഇറാനും പരോക്ഷമായി കക്ഷിയേർന്നതോടെയാണ് വീണ്ടും സംഘർഷം ശക്തി പ്രാപിച്ചത്. 2024 ജൂലൈയിൽ ഇറാൻ പ്രസിഡന്റ് സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രത്യേകാതിഥിയായി പങ്കെടുക്കാനെത്തിയ ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടത് ഇറാന് ഏറെ ക്ഷീണമുണ്ടാക്കിയ സംഭവമാണ്. ഇപ്പോഴിതാ അവരുടെ പരമോന്നത നേതാവ് തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു. പശ്ചിമേഷ്യയിലെ സമാധാനമില്ലായ്മ ലോകത്ത് മുഴുവൻ അശാന്തിയായി പടരാൻ തുടങ്ങിയിട്ട് കാലമേറെയായി. നിയന്ത്രണമില്ലാത്ത നേതാക്കൾ ഇരുപക്ഷത്തുമുള്ളപ്പോൾ ഇനി അത് കൂടുതൽ വർദ്ധിക്കുമെന്ന് ഉറപ്പാണ്.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.